അപ്പോൾ അനാർക്കലി പൊതുവേ ഓണത്തിനൊക്കെ എങ്ങനെ വീട്ടിൽ തന്നെയാണോ അതോ യാത്രകളിലായിരിക്കുമോ പരിപാടികളിലായിരിക്കുമോ ഷൂട്ടിങ്ങിലായിരിക്കുമോ? ഓണത്തിന് ഭാഗ്യം കൊണ്ട് എപ്പോഴും ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ഫാമിലിയുടെ കൂടെ. മറ്റൊരു പരിപാടിയിലും നമ്മുടെ അനാർക്കലി മരിക്കാർ എത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയദർശിനികൾ എന്ന പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഓണം സംതിങ് സ്പെഷ്യൽ ആണെന്ന് കേട്ടു. അങ്ങനൊന്നുമില്ല അല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഐ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ഡു ദിസ്. അപ്പം ആദ്യമായിട്ട് ഇറക്കുന്ന പാട്ടാണോ? അല്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇറക്കുന്ന പാട്ടാണ്. പക്ഷെ ഞാൻ 1-2 സിനിമയിൽ അങ്ങനെ 1-2 പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ ആർട്ടിസ്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് 1-2 വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതും കൊളാബറേറ്റ് ചെയ്തിട്ട് തന്നെയാണെങ്കിലും ഞാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടായിരുന്നു. അനാർക്കലി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിലെ നടി എന്നാണോ, മലയാളത്തിലെ ഗായിക എന്നാണോ, മലയാളത്തിലെ ചിത്രകാരി എന്നാണോ? അത് കുറച്ച് ടഫായിരിക്കും, ടഫ് ക്വസ്റ്റ്യൻ. നടി അറിയപ്പെടാൻ ഇഷ്ടമാണ്. പിന്നെ അത് നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള ഫീൽഡാണ്. അപ്പം എനിക്ക് രണ്ടും എനിക്ക് ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് പാട്ട് പാടുമ്പോഴാണ്. പാട്ട് പാടുമ്പോഴാണ്. അതെ, അഭിനയത്തെക്കാൾ സന്തോഷം തരുന്ന പാട്ട്. സ്റ്റേജിലൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റേജിലൊക്കെ പരിപാടി? അതെ, ഷോ ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് ബാൻഡൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ബാൻഡുണ്ട്. ബാൻഡിന്റെ പേരെന്താ? അനാർക്കലി ലൈവ്. അനാർക്കലി ലൈവ് ആണ് അല്ലേ? എനിക്ക് ഒരുപാട് ബാൻഡുകൾ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലേ? ബാൻഡിന്റെ കാര്യത്തിൽ നല്ല ഇടിയാണെന്ന് തോന്നുന്നു. ബാൻഡിന്റെ കാര്യത്തിൽ നല്ല ഇടിയാണ്. പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ അത് നമ്മൾ ഓൾറെഡി ഒരു ആക്ട്രസും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം അതിനൊരു സ്വീകാര്യതയുണ്ട്. അത്യാവശ്യം സ്വീകാര്യത. നടിയും ഗായികയുമായ അനാർക്കലി ഒരു പ്രൗഢഗംഭീരമാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, വീട്ടിലെങ്ങനെയാണ്? അമ്മയൊക്കെ സുഖമായിരിക്കുന്നല്ലോ? ഓണത്തിന് വീട്ടിൽ അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കുമോ? അയ്യോ, ഉമ്മയുടെ കൂടെ ഓണം സ്പെൻഡ് ചെയ്തിട്ട് എനിക്കൊന്ന് അവസാനം +2 ആയിരിക്കും. ബാക്കിയൊക്കെ നമ്മൾ ഓണമായ ഫ്രണ്ട്സിന്റെ കൂടെ. ആണോ? ചില്ലാണോ? നാട്ടിൽ കാണോ അതോ പുറത്തു വല്ലതും പോവോ? ഇല്ല, നമ്മൾ ഒന്നെങ്കിൽ എന്റെ ഫ്ലാറ്റില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കൂടും. അങ്ങനെ ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ അനാർക്കലി മറ്റു വിശേഷങ്ങളുണ്ട്. നമുക്ക് പാട്ടുകളൊക്കെ പാടിക്കണം. കിട്ടിയ സാഹചര്യമില്ല, നമുക്ക് പരമാവധി മുതലാക്കി വിടാവൂ. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ പാടാം. കൂടുതൽ നല്ല പാട്ടുകളൊക്കെ അനാർക്കലി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം പാടും.